പ്രമേഹവും അതുമൂലമുണ്ടാകുന്ന വൃക്കരോഗങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ രോഗങ്ങളിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് പ്രമേഹം. ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ പ്രമേഹ രോഗികൾ ഏറ്റവും അധികമുള്ളത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ്. പ്രമേഹ രോഗികളിൽ പ്രമേഹം കൊണ്ട് മാത്രമുണ്ടാകുന്ന വൃക്കരോഗങ്ങളെയാണ് നമ്മൾ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. പ്രമേഹമുള്ള വ്യക്തികളിൽ ഏകദേശം 30 മുതൽ 40% വരെ ആളുകൾക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരാനായി എടുക്കുന്ന കാലതാമസം എന്ന് പറയുന്നത് 10 മുതൽ 15 വർഷമാണ്. എന്നാൽ ചുരുക്കം ചില വ്യക്തികളിൽ ഇത് വളരെ നേരത്തെ തന്നെ ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. നീണ്ടു നിൽക്കുന്ന പ്രമേഹം, നിയന്ത്രണമില്ലാത്ത പ്രമേഹം, അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം ഇവയൊക്കെയാണ് പ്രമേഹം കാരണം വൃക്കരോഗങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാനമായ കാരണം. ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന രോഗത്തിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ വശം എന്താണെന്ന് വെച്ചാൽ പ്രാരംഭ ദിശയിലുള്ള രോഗലക്ഷണങ്ങളുടെ അഭാവമാണ്. പലപ്പോഴും അസുഖം മൂർച്ഛിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അതിനെപ്പറ്റി അറിയാൻ സാധിക്കുക. എന്നാലും ചില വ്യക്തികളിൽ പ്രാരംഭ ദിശയിലുള്ള രോഗലക്ഷണങ്ങൾ ആയ കഠിനമായ ക്ഷീണം, വിളർച്ച, കണങ്കാലിലും മറ്റുമുണ്ടാകുന്ന നീര്, മൂത്രം അമിതമായി പതഞ്ഞു പോവുക, ഇതിൻ്റെ ലേറ്റ് സ്റ്റേജിൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളാണ് ശ്വാസതടസ്സം, മൂത്രത്തിൻ്റെ അളവ് കുറയുക, കാലിലും അതുപോലെ മുഖത്തും നീര് വരിക, ഛർദിലുണ്ടാകുക എന്നിവയെല്ലാം ഇതിൻ്റെ ലേറ്റ് സ്റ്റേജിലുള്ള ലക്ഷണങ്ങളാണ്. മുമ്പ് പറഞ്ഞതുപോലെ പ്രമേഹ രോഗികളിൽ ഏകദേശം 10 മുതൽ 15 വർഷത്തിന് ശേഷമാണ് സാധാരണ രീതിയിൽ വൃക്കരോഗം കാണാനുള്ള സാധ്യതയുള്ളത്. എന്നാൽ ചുരുക്കം ചില വ്യക്തികളിൽ വളരെ നേരത്തെ തന്നെ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ അനിയന്ത്രിതമായ പ്രമേഹം, രക്തസമ്മർദ്ദം, മറ്റ് അണുബാധകൾ, കാലിലെ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ മൂത്ര സംബന്ധമായ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ മൂത്രനാളിയിൽ കല്ല് ഉണ്ടാകുക, അതല്ലെങ്കിൽ വേദന സംഹാരി ഗുളികകളുടെ അമിതമായ ഉപയോഗം, ഇവയെല്ലാം പെട്ടെന്ന് തന്നെ വളരെ നേരത്തെ തന്നെ വൃക്കരോഗം പ്രമേഹ രോഗികൾ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. പ്രമേഹമുള്ള വ്യക്തികളിൽ ഇത്തരം വൃക്കരോഗങ്ങൾ നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി എല്ലാ പ്രമേഹ രോഗികളും, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള വ്യക്തികൾ രോഗം കണ്ടുപിടിക്കുന്ന അവസ്ഥയിൽ തന്നെ കാഴ്ചയുടെ പരിശോധന നടത്തേണ്ടതാണ്. കണ്ണിൻ്റെ ഉള്ളു പരിശോധിച്ച് പ്രമേഹം കണ്ണിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിയുള്ള പ്രമേഹ രോഗികളിൽ വൃക്കരോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അടുത്ത ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ ടെസ്റ്റാണ്. യൂറിനിലെ യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന ഒരു ടെസ്റ്റ് വഴി പ്രമേഹം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നൊരു ടെസ്റ്റ് വഴിയും നമുക്ക് വളരെ നേരത്തെ തന്നെ നമ്മളിൽ വൃക്കരോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ യൂറിയ, ക്രിയാറ്റിൻ മുതലായവയാണ്. ഇവയെല്ലാം രോഗത്തിൻ്റെ ലേറ്റർ സ്റ്റേജിലായിരിക്കും ഉയർന്നു വരാൻ സാധ്യതയുള്ളത്. അടുത്തതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് USG അബ്ഡമൻ ആണ്. ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ മൂത്രത്തിൽ കല്ലുകളോ മറ്റോ ഉണ്ടോ എന്നറിയാൻ ഇത് നമ്മെ സഹായിക്കും.